ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവം ഉടനടി ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറയട്ടെ. അത് വളരെ സുദീർഘമായ ഒരു വാചിക പ്രാർത്ഥനയല്ല. നേരെ മറിച്ച് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് മനസ്സുയർത്തി ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് എൻ്റെ കർത്താവേ എന്ന ഒരു വിളി മാത്രമാണ്. ഒന്നും പ്രാർത്ഥിക്കാനാകാതെ ക്രൂശിതനരികിൽ ഒരു രാത്രി മുഴുവൻ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഓരോ നെടുവീർപ്പിനും സ്വർഗം എത്രമാത്രം വില കൽപ്പിക്കുന്നുവെന്ന്. നിങ്ങളുടെ ശ്രദ്ധയെ ഇതിനാധാരമായ പഴയ നിയമത്തിലൊരു സംഭവത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. സൂസന്ന എന്ന അതീവ ദൈവഭക്തിയായ ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയാണിത്. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 35-ാം തിരുവചനമാണ്. ഇവിടെ അവൾ ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു എങ്ങനെയാണ് വചനം പറയുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് കരഞ്ഞുകൊണ്ട് കണ്ണുകൾ ഉയർത്തി പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ അർപ്പിക്കുകയാണ് അവൾ ചെയ്യുന്നത്. വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചിരുന്നവളായിരുന്നു സൂസന്ന. അതീവ സുന്ദരിയായിരുന്ന അവളിൽ ആകൃഷ്ടരായിരുന്ന 2 ശ്രേഷ്ഠന്മാരുടെ ദുർവൃത്തിക്ക് അവൾ കൂട്ടുനിന്നില്ല. പാപം ചെയ്ത് തൻ്റെ വിശുദ്ധി നശിപ്പിച്ച് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്നവളായിരുന്നു സൂസന്ന. തങ്ങളുടെ ദുരാലോചനയിൽ ഒരു വിധത്തിലും പങ്കുചേരാതിരുന്ന സൂസന്നയെ അവർ വ്യഭിചാര കുറ്റം ആരോപിച്ച് മരണത്തിന് വിധിക്കുകയാണ്. തികച്ചും നിസ്സഹായിയാണ് സൂസന്ന. അവളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ ഒരു വഴിയുമില്ല. അവൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. കാരണം വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർ സമൂഹത്തിലെ പ്രബലന്മാരാണ്. ജനം അവരുടെ വാക്കുകളെ വിശ്വസിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അന്യായമായി തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ, കുറ്റം വിധിക്കപ്പെട്ടതിൻ്റെ ഞെരുക്കം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. നിങ്ങളുടെ ഈ ഭാരത്തെ ഒരു നിലവിളിയോടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക മാത്രം ചെയ്യുക. സൂസന്നയുടെ നിലവിളി കേട്ട ദൈവം നിങ്ങളുടേതും ചെവിക്കൊള്ളും. കാരണം തിരുവചനം ഇപ്രകാരം പറയുന്നു, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ശ്രദ്ധിക്കണേ, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 44-ാം തിരുവചനമാണ്. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ദാനിയേൽ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് ശ്രേഷ്ഠന്മാരുടെ കാപട്യം വെളിവാക്കുകയും അവർ സൂസന്നയ്ക്ക് വിധിച്ച ശിക്ഷ അവർക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു. ആഴത്തിൽ നെടുവീർപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലവിളി ദൈവസന്നിധിയിൽ എത്തുമെന്നതിന് ഇതിലും വലിയ തെളിവ് എവിടെ കിട്ടാനാണ്? ഇതുപോലെ ഒരനുഭവം എനിക്കുമുണ്ട്. ഏതാണ്ട് 8 വർഷം മുമ്പ് പ്രാർത്ഥിച്ചു കാത്തിരുന്ന ഒരു വലിയ ഭാഗ്യം എന്നെ തേടിയെത്തി. അത് മറ്റൊന്നുമല്ല, ജെറുസലേമിൽ ഈശോയുടെ കാൽവരിയിലും ഈശോയുടെ കല്ലറയ്ക്കരികിലും ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരനുഗ്രഹം. ആകെ 7 പേർക്ക് മാത്രമാണ് അതിനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളായി ഈശോ എന്നെയും തിരഞ്ഞെടുത്തു. ഉറക്കെ പ്രാർത്ഥന അവിടെ പറ്റത്തില്ല. നിശബ്ദമായി മാത്രമേ നമുക്ക് ആ പള്ളിക്കകത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറ്റൂ. പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. കാരണം ഒരു രാത്രി മുഴുവൻ അവിടെ ഇരിക്കുകയല്ലേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കരുതിയാണ് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിപ്പോയത്. പോകുമ്പോൾ ഒരു വലിയ 3 പേപ്പർ നിറയെ മറ്റുള്ളവരുടെ നിയോഗങ്ങളായിരുന്നു. അതെല്ലാം എഴുതിയെടുത്താണ് ഞാൻ പോയത്. അങ്ങനെ 7 മണിയായപ്പോൾ പള്ളിക്കകത്ത് ഞങ്ങൾ കയറി. അവർ പുറത്ത് നിന്ന് പള്ളി പൂട്ടി. പിന്നെ രാവിലെ 5 മണിയാണെന്ന് എനിക്ക് തോന്നുന്നു, അപ്പോഴേ പള്ളി തുറക്കത്തുള്ളൂ. നമുക്ക് ആ സമയം പള്ളി തുറക്കുമ്പോൾ പുറത്തേക്കും പോകാം. അങ്ങനെ ഏതാണ്ട് ആ 7 മണി മുതൽ 12 മണി സമയം വരെ കാൽവരിയിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ആ കുരിശിനരികെ ഞാനിരുന്നു. ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് പറ്റണില്ല. വെറുതെ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിരുന്നു. മണിക്കൂറുകൾ അങ്ങനെ ഇരുന്നു. മനസ്സ് ശൂന്യമാണ്.
ഒരു പ്രാർത്ഥനയോ പ്രിയപ്പെട്ട ആരെപ്പോലും, എന്തിനു പറയണം എൻ്റെ കുഞ്ഞിനെയോ എൻ്റെ ജീവിത പങ്കാളിയോ മാതാപിതാക്കളെ സഹോദരങ്ങൾ ആരും എൻ്റെ മനസ്സിലേക്കേ വന്നില്ല. ശൂന്യമായൊരവസ്ഥ, ആരെയും ഞാൻ ഓർക്കുന്നു പോലുമില്ല. വെറുതെ അങ്ങനെ ഈശോയെ നോക്കി മണിക്കൂറുകളിരുന്നു. അങ്ങനെ 12 മണിക്ക് ശേഷം അവിടെ നിന്നിറങ്ങി പയ്യെ ഈശോയുടെ ക്രൂശിത യാത്രയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഈ പള്ളിക്കകത്താണ് കേട്ടോ. എവിടെ വേണമെങ്കിലും നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നുമില്ല, നിശബ്ദമായൊരു അന്തരീക്ഷം. ഈശോയുടെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയത്, ഈശോയെ കെട്ടി കൽത്തുറങ്കില്ല അടച്ച സ്ഥലം, അങ്ങനെ എല്ലായിടത്തും പോയി ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. അവസാനം ഈശോയുടെ കല്ലറയ്ക്കരികിലേക്ക് പോയി. കല്ലറയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ശരീരത്തിൽ ഒരു എർത്തടിക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. പിന്നെ എനിക്കൊന്നും അറിയില്ല. ആ കല്ലറയിൽ തലവെച്ച് കുമ്പിട്ടവിടെ ഇരുന്നു. കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിർത്താനായിട്ട് എനിക്ക് പറ്റണില്ല. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ആ ഇരിപ്പ് രാവിലെ 5 മണി വരെ അവിടെ ഇരുന്നു. പ്രിയമുള്ളവരെ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കല്ലറയ്ക്കരികിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ കയ്യിലിരുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയ ആ പേപ്പർ ഇതാ കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു. എല്ലാ നിയോഗങ്ങളും ഈശോയെ വായിച്ച് കേൾപ്പിക്കണമെന്നൊക്കെ ഓർത്തു പോയതാണ്. പക്ഷെ എനിക്കൊന്നിനും പറ്റിയില്ല. പ്രാർത്ഥനകളെല്ലാം, ഉള്ളിലുണ്ടായിരുന്ന പ്രാർത്ഥനകളെല്ലാമാണ് കണ്ണീരായും നെടുവീർപ്പായും ആ മണിക്കൂറുകളിൽ സ്വർഗത്തിലേക്ക് ഉയരുകയായിരുന്നു. ആ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു തീർത്തത് ആ ഓരോ കണ്ണുനീർത്തുള്ളികളിലും മുഴുവനും നിറഞ്ഞു നിന്നത് മറ്റുള്ളവരോടുള്ള പ്രാർത്ഥനയായിരുന്നു. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് കരയുന്നതെന്ന്, എന്തിനാണെന്ന് പോലും അറിയാതെ എന്നെ കരഞ്ഞ് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുഖമൊക്കെ വീങ്ങി ഒരു വല്ലാത്ത വികൃതമായൊരവസ്ഥയിലായിരുന്നു. 5 മണിക്ക് അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഒരു രാത്രി മുഴുവൻ നിൻ്റെ അരികിലിരുന്നിട്ടും എനിക്കൊന്നും പറയാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ലല്ലോ ഈശോയെ. ഈ പേപ്പറിൽ എൻ്റെ നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു ഈ പേപ്പറിൽ എഴുതി വെച്ചത്. ഞാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. ഇവർക്കായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഈശോയെ. എങ്കിലും നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, നിനക്കെല്ലാം അറിയാം. എല്ലാം അറിയുന്ന നിൻ്റെ മുൻപിൽ ഞാൻ ഒന്നും ഏറ്റു പറയേണ്ട എന്ന് എനിക്കറിയാം. ഇവരെല്ലാം ഒന്ന് അനുഗ്രഹിച്ചേക്കണേ ഈശോയെ. എൻ്റെ പ്രാർത്ഥനകളാണ് കണ്ണീരായി ഈ കല്ലറയിൽ ഒഴുകിയിറങ്ങിയത്. അങ്ങനെ പറഞ്ഞ് കയ്യിലിരുന്ന പേപ്പർ ആ കല്ലറയ്ക്കരികിൽ കണ്ട ഒരു പാറക്കഷ്ണത്തിൻ്റെ ഇടയിലായിട്ട് ഞാൻ തിരികെ വെച്ചു. അവസാനമായി ഒരു മുത്തം കൂടി ഈശോയ്ക്ക് കൊടുക്കാൻ മുട്ടുകുത്തി കല്ലറ ചുംബിച്ചപ്പോൾ അറിയാതെ ഉള്ളിലിങ്ങനെ ഒരു വരി വന്നു. ഞാൻ എന്തായിരുന്നോ തൊട്ടു മുമ്പ് ഈശോയോട് പ്രാർത്ഥിച്ചത്, അതായിരുന്നു പാട്ടായിട്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടത്. ഒത്തിരി നൊമ്പരം ഉള്ളിലെന്നീശോയെ നിന്നോട് ചൊല്ലിടുവാൻ ഒന്നും പറയാനാകാതെ തിരുമുൻപിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥന മിഴിനീരായി ഒഴുകിടുന്നു. ഒന്നും പറയാനാകാതെ തിരുമുൻപിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥന മിഴിനീരായി ഒഴുകിടുന്നു. ഒത്തിരി നൊമ്പരം ഉള്ളിലെൻ ഈശോയേ. പ്രിയമുള്ളവരെ, ഞാനന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടിരുന്നു. എൻ്റെ കണ്ണുനീരെല്ലാം പ്രാർത്ഥനയായി ഈശോ മാറ്റി എന്നതിൻ്റെ തെളിവായിരുന്നു പിന്നീട് എനിക്ക് വന്ന ഓരോ ഫോൺ കോളും. എൻ്റെ കസിൻ ബ്രദേഴ്സ് 2 പേർക്ക് മക്കളില്ലായിരുന്നു. താമസിയാതെ തന്നെ ഈശോ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി. സ്ഥലം വാങ്ങാൻ, വീട് പണിയാൻ, അങ്ങനെ നിരവധി നിയോഗങ്ങൾ പറഞ്ഞുവിട്ട ഓരോരുത്തരുടെ നിയോഗങ്ങൾ പേപ്പറിൽ എഴുതി വെച്ച പല നിയോഗങ്ങളും ഈശോ അവർക്ക് സാധിച്ചു കൊടുത്തുവെന്ന് പിന്നീട് എനിക്ക് കേൾക്കാനായിട്ട് പറ്റി. നോക്കണേ, എൻ്റെ ഹൃദയത്തിൽ നിന്നുയർന്ന ഓരോ നെടുവീർപ്പും, കണ്ണിൽ നിന്നുതിർന്നു വീണ ഓരോ കണ്ണുനീർത്തുള്ളികളും ദൈവം പ്രാർത്ഥനയായി ഏറ്റെടുക്കുകയായിരുന്നു.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം കരഞ്ഞ ഒരു ദിനമില്ല കേട്ടോ. മനുഷ്യ മക്കളുടെ നെയ്റ്റലും നെടുവീർപ്പും അറിയുന്ന, നിലവിളി കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവിടുന്ന് ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് മക്കളെ. നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന വേദന, നൊമ്പരം അത് ഈശോ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചിന്ത പോലും അറിയുന്ന ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, അങ്ങൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഒരു ചിന്തയും അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ. ഞാനിപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങേക്ക് മാത്രം പരിഹരിക്കുവാൻ സാധിക്കുന്ന എൻ്റെ ഈ പ്രശ്നത്തിലേക്ക് അങ്ങയുടെ സർവശക്തമായ കരങ്ങൾ നീട്ടിയാലും എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ പിതാവേ, ഈ നിമിഷം ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമേ. ആമേൻ.